വംശഹത്യക്കെതിരെ ലോകവ്യാപക പ്രതിഷേധം തുടരുന്നതിനിടെ യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവും തമ്മിലെ നിർണായക ചർച്ച നാളെ. വെടിനിർത്തൽ ആസന്നമാണെന്ന് ആവർത്തിച്ച് ട്രംപ്. 2 ഇസ്രായേൽ ബന്ദികളുടെ ജീവൻ അപകടത്തിലെന്ന് ഹമാസ് സൂചന നൽകി. ഗസയിൽ കൂട്ടക്കുരുതി തുടരുകയാണ് ഇസ്രായേൽ. ഇന്ന് മാത്രം 40-ലേറെ പേരെയാണ് കൊലപ്പെടുത്തിയത്. ഗ്ലോബൽ സുമുദ് ഫ്ലോട്ടിലേക്ക് നേരെ സൈനിക മുന്നൊരുക്കം ശക്തമാക്കി ഇസ്രായേൽ. 5 ദിവസത്തിനുള്ളിൽ ഫ്ലോട്ടില ഗസ തീരത്തേക്കെത്തും. ഇറ്റലിയിൽ നടക്കുന്ന ജിറോ ഡെൽ എമിലിയാഡ് സൈക്ലിംഗ് മത്സരത്തിൽ നിന്ന് ഇസ്രായേൽ ടീമിനെ ഒഴിവാക്കി. MCA നാസർ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. നാസർ, വെടിനിർത്തൽ ഉടനെന്ന് വീണ്ടും ആവർത്തിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ്. നാളെ നടക്കാനിരിക്കുന്ന ഈ ചർച്ച അത് എത്രത്തോളം നിർണായകമാണ്? ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു ചർച്ച തന്നെയായിരിക്കും നാളെ വൈറ്റ് ഹൌസിൽ നടക്കാൻ പോകുന്നത്. പക്ഷേ ഇതിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു എന്ത് തീരുമാനം കൈക്കൊള്ളും, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ തീരുമാനത്തെ ട്രംപിന് എത്ര കണ്ട് സ്വാധീനിക്കാൻ സാധിക്കും എന്നതുൾപ്പെടെയുള്ള ചോദ്യങ്ങൾ പോലും നിലനിൽക്കുകയാണ്. ഹമാസിന്റെ ഭാഗത്തു നിന്ന് ഔദ്യോഗികമായിട്ടുള്ള ഒരു പ്രതികരണവും ഇതുമായി ബന്ധപ്പെട്ട് വന്നിട്ടില്ല. ഇന്നലെ ഹമാസിന്റെ വൃത്തങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് അന്തർദേശീയ മാധ്യമങ്ങളിൽ വന്ന റിപ്പോർട്ടുകൾ പ്രകാരം അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് മുന്നോട്ട് വെച്ച 21 പദ്ധതി സംബന്ധിച്ച് തങ്ങൾക്ക് കൃത്യമായിട്ടുള്ള വിവരങ്ങളൊന്നും ലഭ്യമായിട്ടില്ല എന്നാണ് ഹമാസ് നേതൃത്വം അറിയിച്ചത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഏതെങ്കിലും അർത്ഥത്തിൽ ചർച്ച നടന്നിട്ടുണ്ടോ, ആ ചർച്ചയുടെ അടിസ്ഥാനത്തിലാണോ ഉടൻ തന്നെ ഒരു വെടിനിർത്തൽ കരാറിലേക്ക് കാര്യങ്ങൾ നീങ്ങുമെന്ന് ട്രംപ് വീണ്ടും ആവർത്തിക്കുന്നത് എന്നത് സംബന്ധിച്ച ചോദ്യം നിലനിൽക്കുന്നുണ്ട്. എന്തായാലും നാളെ വൈകിട്ട് നടക്കുന്ന ഈ ചർച്ചയോടുകൂടി ആയിരിക്കും ഈ 2 കൊല്ലത്തിൽ എത്തി നിൽക്കുന്ന ഈ ക്രൂരമായിട്ടുള്ള വംശഹത്യ അവസാനിക്കുമോ, അതല്ല കൂടുതൽ ഗുരുതരമായിട്ടുള്ള പ്രത്യാഘാതങ്ങളിലേക്ക് ഇസ്രായേൽ സേന മുന്നോട്ട് പോകുമ്പോൾ അതിനെ തടഞ്ഞു നിർത്താൻ അമേരിക്ക ഏതെങ്കിലും അർത്ഥത്തിലുള്ള നടപടി സ്വീകരിക്കുമോ എന്നത് ഉൾപ്പെടെയുള്ള ചോദ്യങ്ങൾക്ക് കൂടി ഉത്തരം ലഭിക്കുക. കാരണം ഈ 21 പദ്ധതിയാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം തുർക്കി, സൗദി ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലെ നേതൃത്വത്തിന് മുമ്പാകെ ട്രംപ് ഭരണകൂടം അവതരിപ്പിച്ചിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനമെന്നത് ഹമാസിനെ നിരായുധീകരിക്കുകയും ബന്ദികളെ പൂർണ്ണമായിട്ട് കൈമാറുന്നതോടുകൂടി ഗസയിൽ ഒരു ഇടക്കാല സർക്കാർ രൂപവൽക്കരിക്കും. ആ സർക്കാരിന് ബ്രിട്ടീഷ് മുൻ പ്രധാനമന്ത്രി ടോണി ബ്ലെയർ നേതൃത്വം നൽകും. അതോടൊപ്പം തന്നെ ഫലസ്തീൻ ടെക്നോക്രാറ്റുകൾ ഉൾപ്പെടെയുള്ളവരെ ഈ ഭരണ സംവിധാനത്തിലേക്ക് കൊണ്ടുവരും. അങ്ങനെ പൂർണ്ണമായിട്ടും തകർക്കപ്പെട്ട ഗസയെ പുനർനിർമ്മിക്കുന്നത് ഉൾപ്പെടെയുള്ള പദ്ധതികളാണ് അതിന്റെ ഭാഗമായിട്ട് വരുന്നത്. ഹമാസിന് ഈ സംവിധാനത്തിലോ ഈ നടപടികളിലോ ഒരു പങ്കും നൽകുകയില്ല എന്നുകൂടി ഇതിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ അങ്ങനെ പറയുമ്പോഴും നാസർ, നമുക്കറിയാം തുടക്കം തൊട്ട് തന്നെ ഇസ്രായേൽ ആവർത്തിക്കുന്നത് ഇത് തന്നെയാണ്. ഹമാസിനെ പൂർണ്ണമായും നിരായുധീകരിക്കുക എന്നുള്ളൊരു ആവശ്യം തന്നെയാണ് അവർ മുന്നോട്ട് വെക്കുന്നത്. അത് ഹമാസ് അംഗീകരിക്കുമോ? ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. കാരണം ഹമാസ് നേരത്തെ തന്നെ വ്യക്തമാക്കിയ ഒരു കാര്യമുണ്ട്. മഹ്മൂദ് അബ്ബാസ് പോലും ഹമാസ് ആയുധങ്ങൾ അടിയറ വെക്കണം എന്നൊരു നിർദ്ദേശം UN പൊതുസഭയ്ക്ക് മുമ്പാകെ നടത്തിയ വീഡിയോ സന്ദേശത്തിൽ മഹ്മൂദ് അബ്ബാസ് അങ്ങനെ നിർദ്ദേശം വെച്ചിരുന്നു. പക്ഷേ അതുപോലും ഹമാസ് നേതൃത്വം തള്ളുകയായിരുന്നു. കാരണം ഈ ചെറുത്തുനിൽപ്പ് എന്നത് പലസ്തീൻ ജനതയുടെ അവകാശമാണ്. അതിൽ ഒരു നിലയ്ക്കും വിട്ടുവീഴ്ച ചെയ്യാൻ ഹമാസ് തയ്യാറല്ല എന്നുകൂടി അവർ വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഹമാസിനെ നിരായുധീകരിക്കുക, ഹമാസിന്റെ നേതാക്കൾക്ക് വേണമെങ്കിൽ സുരക്ഷിതമായിട്ട് ഗസ വിട്ടുപോകാം എന്നതുൾപ്പെടെയുള്ള ചില കാര്യങ്ങൾ ഈ 21 പദ്ധതിയിൽ ട്രംപ് ഭരണകൂടം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അവർക്ക് സുരക്ഷിതമായിട്ട് അവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള അവസരമൊരുക്കും എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട്. പക്ഷെ അത്തരം ഒരു വിരുദ്ധപരമായിട്ടുള്ള നിലപാടിന് തങ്ങൾ ഒരുക്കമല്ല എന്ന് തന്നെയാണ് നേരത്തെ മുതൽ തന്നെ ഹമാസ് നേതൃത്വം അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി അറബ് രാജ്യങ്ങൾ ഇടപെട്ടാൽ പോലും ഹമാസിന്റെ ഒരു നിലപാട് മാറ്റിയെടുക്കുക എന്നത്, അങ്ങനെ ബന്ദികളെ പൂർണ്ണമായിട്ട് കൈമാറുക എന്നത്, ഇതൊക്കെ പ്രായോഗികമായിട്ട് എത്ര കണ്ട് വിജയിക്കുമെന്നറിയില്ല. പക്ഷെ ട്രംപ് ഭരണകൂടത്തെ സംബന്ധിച്ചിടത്തോളം അവർ നേരത്തെയുള്ള നിലപാടിൽ നിന്ന് പിറകോട്ട് പോയിട്ടുണ്ട്. കാരണം ഗസ പൂർണ്ണമായിട്ടും പലസ്തീനികളെ ഒഴിപ്പിച്ചുകൊണ്ട് അത് ഏറ്റെടുക്കുകയും ട്രംപ് നേരത്തെ പ്രഖ്യാപിച്ചത്. അപ്പൊ അതിൽ പുറകോട്ട് പോയിക്കൊണ്ടാണ് ഗസയെ പൂർണ്ണമായിട്ടും പലസ്തീനി അവിടെ തന്നെ തുടരാം, ഗസയെ പൂർണ്ണമായിട്ടും പുനർനിർമ്മിക്കാനുള്ള ഒരു പദ്ധതിക്ക് കൃത്യമായ സമയത്ത് പുനർനിർമ്മാണം നടക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ 21 പദ്ധതിയുടെ ഭാഗമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ അമേരിക്ക ഇതിൽ നിന്ന് പുറകോട്ട് പോയിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ പോലും നെതന്യാഹു ഭരണകൂടത്തിലെ മന്ത്രിമാർ പോലും ആവർത്തിക്കുന്നത് ഒരു നിലയ്ക്കുള്ള ഒരു വെടിനിർത്തലിനും തങ്ങൾ തയ്യാറാകരുത്, പൂർണ്ണമായിട്ടും ഗസയിൽ നിന്ന് പലസ്തീനികളെ പുറന്തള്ളണം, അവിടെ തങ്ങൾക്ക് സുരക്ഷ പൂർണ്ണമായിട്ട് ലഭ്യമാകണമെങ്കിൽ അവിടെ നിന്ന് പലസ്തീനികളെ മറ്റേതെങ്കിലും രാജ്യം ഏറ്റെടുക്കണം എന്നതുൾപ്പെടെയുള്ള നിർദ്ദേശങ്ങൾ തന്നെയാണ് ഇസ്രായേൽ നേതൃത്വം മുന്നോട്ട് വെക്കുന്നത്. പക്ഷേ ഇത്
പ്രയോഗതലത്തിൽ ഒരിക്കലും നടക്കാൻ പോകുന്ന കാര്യമല്ല. അതുകൊണ്ട് തന്നെ ഏറ്റവും അവസാനം വരെയും ഈ ചെറുത്തുനിൽപ്പും പോരാട്ടവും അതിശക്തമായി തന്നെ തുടരുമെന്ന മുന്നറിയിപ്പ് തന്നെയാണ് ഹമാസ് നേതൃത്വം അറിയിക്കുന്നത്. എന്തായാലും നാളെ നടക്കുന്ന ഈ നിർണായകമായിട്ടുള്ള ചർച്ചയിൽ അമേരിക്കയും അതോടൊപ്പം തന്നെ ഇസ്രായേലും എന്ത് നടപടി സ്വീകരിക്കും, ഏത് തീരുമാനമായിരിക്കും അവർ ഈ പുതിയ പദ്ധതിയുമായി ബന്ധപ്പെട്ട് പ്രഖ്യാപിക്കുക എന്നത് പ്രധാനമാണ്. പക്ഷേ ട്രംപ് ഉറച്ച് വിശ്വസിക്കുന്നത് ഉടൻ തന്നെ വെടിനിർത്തൽ ഉണ്ടാകുമെന്നാണ്. പക്ഷേ അത് പ്രയോഗതലത്തിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം അതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു ഉറപ്പ് ഹമാസിന്റെ ഭാഗത്തു നിന്ന് ഇതുവരെ ലഭ്യമായിട്ട് ഉള്ളതായി മധ്യസ്ഥ രാജ്യങ്ങൾ പോലും അറിയിക്കുന്നുമില്ല. ശരി, MC നാസറാണ് വിവരങ്ങൾ നൽകിയത്.